ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പരിപാടി? അപ്പോൾ നമ്മളിന്ന് വാങ്ങാൻ വന്ന എൻ്റെ സ്ക്വാഡൊന്ന് ബിൽഡ് ചെയ്യാനാണ്. കാരണം കാര്യം എൻ്റെ റെക്കോർഡർ ഓണായില്ല, പണിവാളി, വീഡിയോ കിട്ടിയില്ല. ഞാൻ കുറേ സ്ക്വാഡൊക്കെ ബിൽഡ് ചെയ്ത് ഇപ്പം ഞാൻ ഈ മെസ്സിനെയും ഹെൻഡേഴ്സിനെയൊക്കെ വാങ്ങി. അതിന് മുന്നേ ഇതെൻ്റെ ഇല്ല കേട്ടോ, ഈ സ്ക്വാഡ് എൻ്റെ ഇപ്പോൾ ഈ സ്ക്വാഡില്ല. ഞാൻ ആ പ്ലേസിനൊക്കെ വിറ്റ്, അക്കൗണ്ട് ഉണ്ടെങ്കിലും പ്ലേസിനൊക്കെ വിറ്റ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് അപ്പോൾ ഞാൻ നേരെ ഇവിടെ പോയി മാർക്കറ്റിൽ പോയി. മാർക്കറ്റ് കിട്ടി. ഇപ്പോൾ പൈസയൊക്കെ കുറവാണ്. ഇപ്പോൾ വാങ്ങുന്നുണ്ട്, ഇപ്പോൾ വാങ്ങണം നിങ്ങൾ. എനിക്കൊരു ലെഫ്റ്റ് വിങ് ആണ് വേണ്ടത്. ഈ ഒരു ഹെൻറീൻ്റെ കാർഡ് കിടിലും കാർഡൊക്കെ തന്നെ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഹെൻറീൻ്റെ കാർഡ് ഞാൻ ഉപയോഗിച്ചതാണ്, എന്നാലും ഒന്നും കൂടി എടുക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഈ ഹെൻറീൻ്റെ കാർഡ് വാങ്ങിച്ചപ്പോൾ അന്ന് തന്നെ പൈസ ഇങ്ങനെ കുറയുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിറ്റത്. എന്തോ പോയി 40 മില്യൺ വാങ്ങിച്ചപ്പോൾ 30 മില്യണായി. 10 മില്യൺ പോയേനെ. ഈ ഗ്രീലിഷിൻ്റെ കാർഡിന് ഒരു ചെറിയ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്കും കിട്ടിയില്ല, കമൻറ്റ് കിട്ടിയില്ല. അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് പഴയ ചാനൽ പോലെ എടുക്കാൻ വേണ്ടി ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കിയിട്ട്. ഞാൻ ഇവിടെ ഒരു ലെഫ്റ്റ് ബാക്കിനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്കലുണ്ട്. 96-ന് ഇത്രയും പൈസ, കുറച്ച് പൈസയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുകയാണ്, ഇത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഈ റിബറിയുടെ കാർഡിന് 30 മില്യൺ എനിക്ക് വാങ്ങാം. ബട്ട് തിരിച്ച് വിൽക്കാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്. പോട്ടെ, പർച്ചേസ് ചെയ്തേക്കാം. ഇനി ഞാൻ ഈ മലയാളത്തിൽ വീഡിയോ ഇടുന്ന കഴിഞ്ഞ വീഡിയോക്ക് 8 വ്യൂസ് കിട്ടി. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, അത് പറയാൻ വന്നേ. ഇനി എന്നെ കുറച്ച് അറിയാത്തവർക്ക് അറിഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ പറയുന്നതാണ്, ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാറാണ് പരിപാടി. അല്ലാണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഇതിൽ കേൾക്കും. എന്തിനാ വെറുതെ കുടുംബശ്രീ 2.0 ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതാക്കാത്തത്. ഈ ലപ്പോർത്തേൻ്റെ കാർഡിൻ്റെ ഡിഫെൻഡിങ്ങും ഫിസിക്കലും കുഴപ്പമില്ല. ട്രിപ്പിളിങ്ങൊന്നും ആവശ്യമില്ല, സ്റ്റാമിന കുറവാണ്, അതാണ്. പിന്നെ അറ്റാക്ക് മീഡിയവും ഡിഫെൻഡ് മീഡിയം. എനിക്ക് ഡിഫെൻഡ് ഹൈയും അറ്റാക്ക് മീഡിയം വേണ്ട. അറ്റാക്ക് ഹൈയും ഡിഫെൻഡ് ഹൈയും ആണെങ്കിൽ അറ്റാക്കിലേക്ക് ഒറ്റ പോകാൻ പോകും, എന്നിട്ട് തിരിച്ച് ഡിഫെൻഡിലേക്ക് വരാൻ നല്ല പണിയാകും. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ റിബറിയുടെ കാർഡ് പറ്റില്ലെങ്കിൽ ഞാനങ്ങ് വിൽക്കും. ഞാൻ വിറ്റിട്ടുണ്ട് ഇത് ഓൾറെഡി. ഞാൻ മെസ്സിൻ്റെ കാർഡൊക്കെ വിറ്റ്, കാരണം പൈസ കൂടിയായിരുന്നു മെസ്സിൻ്റെ. എന്നിട്ട് എനിക്കിപ്പോൾ കുറേ കാർഡ് എൻ്റെ എല്ലാം വിറ്റപ്പോൾ 100 എത്രയോ മില്യൺ കോയിൻ ഉണ്ട് എൻ്റെ കയ്യിലിപ്പോൾ. ഇതതിന് മുന്നേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അതുമാത്രമല്ല എൻ്റെ കയ്യിൽ കുറച്ചും കൂടി പ്ലേയേഴ്സ് ഉണ്ട്. വലിയ കുഴപ്പമില്ല, 95 സ്കോഡ്. ഞാൻ കുറേ പ്ലേയേഴ്സിനെ വിറ്റായിരുന്നു. നമ്മൾ 97 98 ആയിരുന്നല്ലോ. ഓക്കെ. ഇതെൻ്റെ സ്കോഡല്ല, ഇതെൻ്റെ സ്കോഡല്ലേ, അതിൻ്റെ സെക്കൻഡറി സ്കോഡാണ്. ഞാൻ വിചാരിച്ചു ഇതെന്താ 97 ആയിട്ടേ ഉള്ളൂ റിബറിനിട്ടപ്പോൾ. എന്തായാലും 99 പക്ഷേ എനിക്ക് ഈ സ്കോഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് കാരണം എനിക്ക് പൈസ കിട്ടുന്നില്ല. ആനിവേഴ്സറി ഇവൻറ്റിൽ മറ്റേ ജെംസ് കിട്ടുന്നില്ല, കോയിൻസ് കിട്ടുന്നില്ല. ചുമ്മാ ഇങ്ങനെ നിന്നിട്ടുണ്ട്. കോയിൻസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ 100 റേറ്റ് ടീം എന്നൊക്കെ ആവണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു റൈറ്റ് ബാക്കിന് വേണം. റൈറ്റ് ബാക്കിന് നമ്മൾ ആനിവേഴ്സറി ഇവൻറ്റിൽ മൈൽ സ്റ്റോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ ട്രെൻഡ് അലക്സാണ്ടർ പറഞ്ഞോളൂ. കവേർഡ് സ്കേലിയുടെ കാർഡ് വാങ്ങാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ് ചെയ്യ്. ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം. ബൈ.